ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇറിഡിയം കാൽക്കുലേറ്റിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ VU എക്സാം സ്പെഷ്യൽ ആണ്. നമ്മൾ ഇന്ന് 2014 ആലപ്പുഴ ജില്ലയിൽ നടന്ന LDC എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കും മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഉത്തരം ഓക്സാലിക് ആസിഡ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ഓക്സാലിക് ആസിഡ്. ചോക്ലേറ്റ്, വാഴപ്പഴം, തക്കാളി. ചോക്ലേറ്റ്, വാഴപ്പഴം, തക്കാളി എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ് ആണ്. എന്നാൽ ആപ്പിളിലുള്ള ആസിഡ് ഏതാണ്? മാലിക് ആസിഡ് ആണ്. മാറിപ്പോരുത്. ചോക്ലേറ്റ്, വാഴപ്പഴം, തക്കാളി എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡും ആപ്പിളിലുള്ളത് മാലിക് ആസിഡുമാണ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ് ആണുള്ളത്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ളത് ഫോമിക് ആസിഡ് ആണ്. റബ്ബർ പാൽ കട്ടിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നതും ഫോമിക് ആസിഡ് ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡ് ആണ്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ളത് ഫോമിക് ആസിഡ് ആണ്. റബ്ബർ പാൽ കട്ടിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നതും ഫോമിക് ആസിഡ് ആണ്. മുന്തിരി, വാളൻപുളി എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ് ആണ്. എന്തൊക്കെയാണ്? മുന്തിരി, വാളൻപുളി എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ് ആണ്. പാൽ, മോര്, തൈര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്. എന്താണ്? പാലിലും മോരിലും തൈരിലും ഉള്ളത് ലാക്റ്റിക് ആസിഡും മുന്തിരിയിലും വാളൻപുളിയിലും ഉള്ളത് ടാർട്ടാറിക് ആസിഡുമാണ്. ഓറഞ്ച്, നാരങ്ങ എന്നിവയിൽ സിട്രിക് ആസിഡ് ആണുള്ളത്. എന്താണ്? ഓറഞ്ച്, നാരങ്ങ എന്നിവയിലുള്ള ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ചോക്ലേറ്റ്, വാഴപ്പഴം, തക്കാളി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ഓക്സാലിക് ആസിഡ്. ആപ്പിളിലുള്ളത് മാലിക് ആസിഡ് ആണ്. വിനാഗിരിയിലുള്ളത് അസറ്റിക് ആസിഡ് ആണ്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ളത് ഫോമിക് ആസിഡ് ആണ്. റബ്ബർ പാൽ കട്ടിയാകാനായിട്ട് ഉപയോഗിക്കുന്നതും ഫോമിക് ആസിഡ് ആണ്. വാളൻപുളിയിലും മുന്തിരിയിലുമുള്ളത് ടാർട്ടാറിക് ആസിഡ് ആണ്. മോര്, പാല്, തൈര് ഇവയിലുള്ളത് ലാക്റ്റിക് ആസിഡ് ആണ്. ഓറഞ്ചിലും നാരങ്ങയിലും ഉള്ളത് സിട്രിക് ആസിഡ് ആണ്. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഒരിക്കൽ കൂടി പറയാം. ചോക്ലേറ്റ്, തക്കാളി, വാഴപ്പഴം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് എന്ന് ചോദിച്ച ഉത്തരം എന്താണ്? ഓക്സാലിക് ആസിഡ് ആണ്. ആപ്പിളിലുള്ള ആസിഡ് ആണ് മാലിക് ആസിഡ്. വിനാഗിരിയിലുള്ളത് അസറ്റിക് ആസിഡ് ആണ്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ളത് ഫോമിക് ആസിഡ് ആണ്. റബ്ബർ പാൽ കട്ടിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ആണ് ഫോമിക് ആസിഡ്. മുന്തിരിയിലും വാളൻപുളിയിലുമുള്ളത് ടാർട്ടാറിക് ആസിഡ് ആണ്. പാൽ, മോര്, തൈര് എന്നിവയിലുള്ളത് ലാക്റ്റിക് ആസിഡ് ആണ്. ഓറഞ്ച്, നാരങ്ങ എന്നിവയിലുള്ളത് സിട്രിക് ആസിഡ് ആണ്. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ എന്തൊക്കെയാണ്? ചോക്ലേറ്റ്, വാഴപ്പഴം, തക്കാളി എന്നിവയിൽ ഓക്സാലിക് ആസിഡ്, ആപ്പിളിൽ മാലിക് ആസിഡ്, വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, ഉറുമ്പിന്റെ ശരീരത്തിൽ ഫോമിക് ആസിഡ്, റബ്ബർ പാൽ കട്ടിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഫോമിക് ആസിഡ് ആണ്. പാലിലും തൈരിലും മോരിലുമുള്ളത് ലാക്റ്റിക് ആസിഡ്. മുന്തിരി, വാളൻപുളി എന്നിവയിൽ ടാർട്ടാറിക് ആസിഡ്. ഓറഞ്ച്, നാരങ്ങ എന്നിവയിൽ സിട്രിക് ആസിഡ്. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഡോട്ട് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ക്ഷയം. ഡോട്ട് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ക്ഷയം. ഡോട്ട് ടെസ്റ്റ് നടത്തുന്നത് ക്ഷയരോഗം കണ്ടുപിടിക്കാനായിട്ടാണ്. ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ആണ്. എന്താണ്? ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത കണ്ടുപിടിക്കാനായിട്ടുള്ള ടെസ്റ്റ് ആണ്. ഹിസ്റ്റമിൻ ടെസ്റ്റ് കുഷ്ഠരോഗം നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ആണ് ഹിസ്റ്റമിൻ ടെസ്റ്റ്. എന്തൊക്കെയാണ്? ഡോട്ട് ടെസ്റ്റ് ക്ഷയരോഗം നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ആണ്. ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ആണ്. ഹിസ്റ്റമിൻ ടെസ്റ്റ് കുഷ്ഠരോഗം നിർണ്ണയിക്കുന്നതിനുള്ള ടെസ്റ്റ് ആണ്. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ആണ് ടൂർണിക്കറ്റ് ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് കണ്ടുപിടിക്കുന്നതിനും ബിലിറൂബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം നിർണ്ണയിക്കുന്നതിനും വേണ്ടിയുള്ള ടെസ്റ്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഡോട്ട് ടെസ്റ്റ് ക്ഷയരോഗം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. ഹിസ്റ്റമിൻ ടെസ്റ്റ് കുഷ്ഠരോഗ നിർണ്ണയത്തിന് വേണ്ടിയിട്ടുള്ളതും ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനിക്ക് വേണ്ടിയുള്ളതും വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് നിർണ്ണയിക്കുന്നതിനും ബിലിറൂബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം നിർണ്ണയിക്കുന്നതിനും ഉള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് വന്നത്? ഒരിക്കൽ കൂടി പറയാം. ഡോട്ട് ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിസ്റ്റമിൻ ടെസ്റ്റ് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈഡൽ ടെസ്റ്റ്
ടൈഫോയിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബിലിറൂബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം. ഡോട്ട് ടെസ്റ്റ് ക്ഷയം, ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത, ഹിസ്റ്റമിൻ ടെസ്റ്റ് കുഷ്ഠം, ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി, വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്, ബിലിറൂബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കമിഡീസ്. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കമിഡീസ് ആണ്. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. എന്താണ്? ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കമിഡീസ് ആണ്. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. എന്താണ് പറഞ്ഞത്? ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആർക്കമിഡീസ് ആണ്. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്, അല്ലെങ്കിൽ ജെയിംസ് മാക്സ്വെൽ ആണ് വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഒരിക്കൽ കൂടി പറയാം. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കമിഡീസ് ആണ്. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരം സച്ചിൻ ടെണ്ടുൽക്കർ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറി തികച്ച ആദ്യത്തെ കളിക്കാരനും സച്ചിനാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറി തികച്ച ആദ്യത്തെ കളിക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരവും സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വ്യക്തിയും സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വ്യക്തിയും സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറികൾ തികച്ച ആദ്യത്തെ കളിക്കാരനും ഒരേ ഒരു കളിക്കാരനും സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിന ക്രിക്കറ്റിലും ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. എന്താണ്? ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരനും സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഭാരതരത്ന നേടിയ ആദ്യത്തെ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. എന്താണ്? ഭാരതരത്ന പുരസ്കാരം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്ന പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറികൾ തികച്ച ആദ്യത്തെ കളിക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വ്യക്തിയും ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വ്യക്തിയും സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ കായിക താരമാണ് സച്ചിൻ. ഭാരതരത്ന പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും സച്ചിൻ ആണ്. സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയുടെ പേരാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. എന്താണ്? സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയുടെ പേരാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യത്തെ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറികൾ തികച്ച ആദ്യത്തെ കളിക്കാരനാണ് സച്ചിൻ. ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിന ക്രിക്കറ്റിലും ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വ്യക്തിയും സച്ചിനാണ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ കായിക താരവും ഭാരതരത്ന നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയുടെ പേരാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. ഉത്തരം ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ. ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കലയാണ് അസ്ഥി എന്ന് പറയുന്നത്. അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകമാണ് കാൽസ്യം. എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ. ശരീരത്തിലെ ഏറ്റവും ദൃഢമേറിയ കലയാണ് അസ്ഥി. അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം ഏതാണ്? കാൽസ്യമാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. മാറിപ്പോരുത്. അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകമാണ് കാൽസ്യം എങ്കിൽ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം കാൽസ്യമാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്.
ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കലയാണ് അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല് അല്ലെങ്കിൽ ഭീമർ എന്ന് പറയുന്നത്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ചെവിയിലെ അസ്ഥിയായ സ്റ്റേപ്പിസ്. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല് അഥവാ ഭീമർ. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ചെവിയിലെ അസ്ഥി ആയ സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22 ആണ്. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 22 ആണ്. തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? കീഴ്ത്താടിയിലെ അസ്ഥിയാണ് തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കലയാണ് അസ്ഥി. അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകമാണ് കാൽസ്യം. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല് അഥവാ ഫീമർ. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ചെവിയിലെ അസ്ഥിയായ സ്റ്റേപ്പിസ്. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22 ആണ്. തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥിയാണ് കീഴ്ത്താടിയിലെ അസ്ഥി. ഒരിക്കൽ കൂടി പറയാം. ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കല ഏതാണ്? അസ്ഥിയാണ്. അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകമാണ് കാൽസ്യം. അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല് അഥവാ ഫീമർ. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിലെ അസ്ഥിയായ സ്റ്റേപ്പിസ് ആണ്. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22 ആണ്. തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി എന്ന് പറയുന്നത് കീഴ്ത്താടിയിലെ അസ്ഥിയാണ്. പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകം. ഉത്തരം ഫെർമിയം. പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകമാണ് ഫെർമിയം. അങ്ങനെ പറയുമ്പോൾ തന്നെ അറിയാലോ, അറ്റോമിക നമ്പർ 100 ആയിട്ട് വരുന്ന മൂലകം അല്ലെങ്കിൽ അറ്റോമിക നമ്പർ 100 ആയ മൂലകം ഏതാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? ഫെർമിയമാണ്. പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകം ഫെർമിയമാണ്. ഫെർമിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 100 ആണ്. ചന്ദ്രൻ എന്നർത്ഥം വരുന്ന മൂലകമാണ് സെലീനിയം. ചന്ദ്രൻ എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ്? സെലീനിയമാണ്. ഭൂമി എന്നർത്ഥം വരുന്ന മൂലകമാണ് ടെലൂറിയം. ഭൂമി എന്നർത്ഥം വരുന്ന മൂലകമാണ് ടെലിയൂറിയം. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകമാണ് ഫെർമിയം. ഫെർമിയത്തിന്റെ അറ്റോമിക നമ്പറാണ് 100. ചന്ദ്രൻ എന്നർത്ഥം വരുന്ന മൂലകമാണ് സെലീനിയം. ഭൂമി എന്നർത്ഥം വരുന്ന മൂലകമാണ് ടെലിയൂറിയം. ഭൂമി എന്നർത്ഥം വരുന്ന മൂലകമാണ് ടെലിയൂറിയം. മെന്റലീഫിനോടുള്ള ആദര സൂചകമായി നാമകരണം ചെയ്യപ്പെട്ട മൂലകമാണ് മെന്റലീവിയം. മെന്റലീഫിനോടുള്ള ആദര സൂചകമായി നാമകരണം ചെയ്യപ്പെട്ട മൂലകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? മെന്റലീവിയമാണ്. മെന്റലീവിയത്തിന്റെ അറ്റോമിക സംഖ്യ 101 ആണ്. ഫെർമിയത്തിന്റെ അറ്റോമിക് നമ്പർ 100 ആണ്. 101ാമത്തെ മൂലകമാണ് മെന്റലീവിയം. മെന്റലീഫിനോടുള്ള ആദര സൂചകമായിട്ടാണ് മെന്റലീവിയം എന്ന മൂലകത്തിനെ നാമകരണം ചെയ്തിരിക്കുന്നത്. ആവർത്തന പട്ടികയിൽ അവസാനത്തെ സ്വാഭാവിക മൂലകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? യുറേനിയമാണ്. ആവർത്തന പട്ടികയിൽ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിലെ അവസാനത്തെ സ്വാഭാവിക മൂലകമാണ് യുറേനിയം. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ടെക്നീഷ്യമാണ്. ടെക്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 43 ആണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകം അല്ലെങ്കിൽ അറ്റോമിക നമ്പർ 100 ആയിട്ട് വരുന്ന മൂലകമാണ് ഫെർമിയം. ചന്ദ്രൻ എന്നർത്ഥം വരുന്ന മൂലകമാണ് സെലീനിയം. ഭൂമി എന്നർത്ഥം വരുന്ന മൂലകമാണ് ടെലിയൂറിയം. മെന്റലീഫിനോടുള്ള ആദര സൂചകമായി നാമകരണം ചെയ്യപ്പെട്ട മൂലകമാണ് മെന്റലീവിയം. മെന്റലീവിയത്തിന്റെ അറ്റോമിക നമ്പർ 101 ആണ്. ആവർത്തന പട്ടികയിൽ അവസാനത്തെ സ്വാഭാവിക മൂലകമാണ് യുറേനിയം. ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. ടെക്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ 43 ആണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം. പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകമാണ് ഫെർമിയം. ഫെർമിയത്തിന്റെ അറ്റോമിക നമ്പർ 100. ചന്ദ്രൻ എന്നർത്ഥം വരുന്ന മൂലകമാണ് സെലീനിയം. ഭൂമി എന്നർത്ഥം വരുന്ന മൂലകമാണ് ടെലിയൂറിയം. മെന്റലീഫിനോടുള്ള ആദര സൂചകമായി നാമകരണം ചെയ്യപ്പെട്ട മൂലകമാണ് മെന്റലീവിയം. മെന്റലീവിയത്തിന്റെ അറ്റോമിക നമ്പർ 101 ആണ്. ആവർത്തന പട്ടികയിലെ അവസാനത്തെ സ്വാഭാവിക മൂലകം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം എന്താണ്? യുറേനിയമാണ്. ആവർത്തന പട്ടികയിലെ അവസാനത്തെ സ്വാഭാവിക മൂലകമാണ് യുറേനിയം. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ടെക്നീഷ്യമാണ്. ടെക്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പറാണ് 43. ഒരിക്കൽ കൂടി പറയാം. പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകം ഫെർമിയം. ചന്ദ്രൻ എന്നർത്ഥം വരുന്ന മൂലകമാണ് സെലീനിയം. ഭൂമി എന്നർത്ഥം വരുന്ന മൂലകമാണ് ടെലിയൂറിയം. മെന്റലീഫിനോടുള്ള ആദര സൂചകമായി നാമകരണം ചെയ്യപ്പെട്ട മൂലകമാണ് മെന്റലീവിയം. ആവർത്തന പട്ടികയിലെ അവസാനത്തെ സ്വാഭാവിക മൂലകമാണ് യുറേനിയം. ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം.
കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ്. എന്താണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിലാണ്. എന്താണ്? കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കലവൂർ, ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിലാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ചുണ്ടേൽ. എന്താണ്? കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ചുണ്ടേൽ ആണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ, പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഓടക്കാലി, കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ചുണ്ടേൽ, ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ഒരിക്കൽ കൂടി പറയാം. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ്. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിലാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ചുണ്ടേലാണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ചവിട്ടുനാടകം ആരുടെ സംഭാവനയാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം ആരുടെ സംഭാവനയാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. എന്താണ്? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്നും അവസാനം പോയ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ്. എന്താണ്? കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തിയും ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടിശാല ഗോവയിൽ ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടിശാല ഗോവയിൽ ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കശുവണ്ടി, പുകയില, പപ്പായ, കൈതച്ചക്ക എന്നിവ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിലേക്ക് ആദ്യം എത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടിശാല ഗോവയിൽ ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കശുവണ്ടി, പുകയില, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, പുകയില, പപ്പായ, കൈതച്ചക്ക തുടങ്ങിയവ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ്. എന്താണ്? പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരെയാണ്. ചവിട്ടുനാടകത്തെ കേരളത്തിൽ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ്? പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കടൽ മാർഗം ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്നും അവസാനം പോയ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടിശാല നിലവിൽ വന്നത് ഗോവയിലാണ്. ആരാണ് ആരംഭിച്ചത്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കശുവണ്ടി, പുകയില, പപ്പായ, കൈതച്ചക്ക എന്നിവ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് പോർച്ചുഗീസുകാരെയാണ്. ചവിട്ടുനാടകത്തെ കേരളത്തിൽ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുംബൈ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിലേക്ക് ആദ്യം എത്തിയ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്നും അവസാനം പോയ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടിശാല ഗോവയിൽ ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കശുവണ്ടി, പുകയില, പപ്പായ, കൈതച്ചക്ക തുടങ്ങിയവ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരെയാണ്. ചവിട്ടുനാടകത്തെ കേരളത്തിൽ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ. ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത്? ഉത്തരം ഹെൻറിക് വാൻ ടീഡ്.
ഹോർത്തൂസ് മലബാരിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത്? ഉത്തരം ഹെൻട്രിക് വാൻ ടീഡ്. ഡച്ചുകാരുടെ പ്രധാന സംഭാവനയാണ് ഹോർത്തൂസ് മലബാരിക്കസ്. ഹോർത്തൂസ് മലബാരിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നുമാണ്. എന്താണ്? ഹോർത്തൂസ് മലബാരിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത് എന്നതാണ് ചോദ്യം. ഉത്തരം ഹെൻട്രിക് വാൻ ടീഡ് ആണ്. ഡച്ചുകാരുടെ പ്രധാന സംഭാവനയാണ് ഹോർത്തൂസ് മലബാരിക്കസ്. ഹോർത്തൂസ് മലബാരിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നുമാണ്. ഹോർത്തൂസ് മലബാരിക്കസ് രചിക്കാൻ നേതൃത്വം നൽകിയത് നമ്മുടെ ചോദ്യം ആരാണ്? ഹെൻട്രിക് വാൻ ടീഡ് ആണ്. ഹോർത്തൂസ് മലബാരിക്കസ് രചിക്കാൻ സഹായിച്ച മലയാളിയായ വൈദ്യനാണ് ഇ.ടി. അച്യുതൻ. എന്താണ്? ഹോർത്തൂസ് മലബാരിക്കസ് രചിക്കാൻ സഹായിച്ച വൈദ്യനാണ് ഇ.ടി. അച്യുതൻ. കേരള ആരാമം എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാരിക്കസിനെയാണ്. എന്താണ്? കേരള ആരാമം എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാരിക്കസിനെയാണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാരിക്കസ്. ചോദിക്കാം, മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാരിക്കസ്. ഹോർത്തൂസ് മലബാരിക്കസിൽ ആദ്യം വിവരിക്കുന്നത് ഏത് സസ്യത്തിനെ പറ്റിയാണ്? തെങ്ങിനെ പറ്റിയാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനയാണ് ഹോർത്തൂസ് മലബാരിക്കസ്. ഹോർത്തൂസ് മലബാരിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നുമാണ്. ഹോർത്തൂസ് മലബാരിക്കസ് രചിക്കാൻ നേതൃത്വം നൽകിയത് ഹെൻട്രിക് വാൻ ടീഡ് ആണ്. ഹോർത്തൂസ് മലബാരിക്കസ് രചിക്കാൻ സഹായിച്ച മലയാളിയായ വൈദ്യനാണ് ഇ.ടി. അച്യുതൻ. കേരള ആരാമം എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാരിക്കസിനെയാണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാരിക്കസ്. ഹോർത്തൂസ് മലബാരിക്കസിൽ വിവരിക്കുന്ന സസ്യമാണ് തെങ്ങ്. ഒരിക്കൽ കൂടി പറയാം, ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവന ഏതാണ്? ഹോർത്തൂസ് മലബാരിക്കസ് ആണ്. ഹോർത്തൂസ് മലബാരിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നുമാണ്. ഹോർത്തൂസ് മലബാരിക്കസ് രചിക്കാൻ നേതൃത്വം നൽകിയത് ഹെൻട്രിക് വാൻ ടീഡ് ആണ്. ഹോർത്തൂസ് മലബാരിക്കസ് രചിക്കാൻ സഹായിച്ച വൈദ്യനാണ് ഇ.ടി. അച്യുതൻ. കേരള ആരാമം എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാരിക്കസിനെയാണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാരിക്കസ്. ഹോർത്തൂസ് മലബാരിക്കസിൽ ആദ്യം വിവരിക്കുന്ന സസ്യമാണ് തെങ്ങ്. കേരളത്തിലെ വ്യവസായ നഗരം ഏത്? ഉത്തരം ആലുവ. കേരളത്തിലെ വ്യവസായ നഗരം ഏത്? ഉത്തരം ആലുവ. ആലുവ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. എന്താണ്? കേരളത്തിലെ വ്യവസായ നഗരമാണ് ആലുവ. ആലുവ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. പെരിയാർ മംഗലംപുഴ, മാർത്താണ്ഡംപുഴ എന്നിങ്ങനെ വേർപിരിയുന്നത് എവിടെ വെച്ചാണ്? ആലുവയിൽ വെച്ചിട്ടാണ്. എന്തൊക്കെയാണ്? കേരളത്തിലെ വ്യവസായ നഗരമാണ് ആലുവ. ആലുവ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. പെരിയാർ മംഗലംപുഴ, മാർത്താണ്ഡംപുഴ എന്നിങ്ങനെ രണ്ടായി വേർപിരിയുന്നത് ആലുവയിൽ വെച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആലുവയിലാണ്. ശിവരാത്രി മഹോത്സവത്തിന് പ്രശസ്തമായ എറണാകുളം ജില്ലയിലെ സ്ഥലമാണ് ആലുവ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിലെ വ്യവസായ നഗരമാണ് ആലുവ. ആലുവ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. പെരിയാർ മംഗലംപുഴ, മാർത്താണ്ഡംപുഴ എന്നിങ്ങനെ വേർപിരിയുന്നത് ആലുവയിൽ വെച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആലുവയിലാണ്. ശിവരാത്രി മഹോത്സവത്തിന് പ്രശസ്തമായ എറണാകുളം ജില്ലയിലെ സ്ഥലമാണ് ആലുവ. ഒരിക്കൽ കൂടി പറയാം, കേരളത്തിലെ വ്യവസായ നഗരമാണ് ആലുവ. ആലുവ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. പെരിയാർ മംഗലംപുഴ, മാർത്താണ്ഡംപുഴ എന്നിങ്ങനെ വേർപിരിയുന്നത് ആലുവയിൽ വെച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആലുവയിലാണ്. ശിവരാത്രി മഹോത്സവത്തിന് പ്രശസ്തമായ എറണാകുളം ജില്ലയിലെ സ്ഥലമാണ് ആലുവ. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.